കൊമ്പൻപാറയിൽ അവശേഷിച്ചിരുന്ന 3 കുടുംബങ്ങളും പടിയിറങ്ങുന്നു. 30ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്ന മേഖല ഇനി വന്യജീവികളുടെ വികരകേന്ദ്രം. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊമ്പൻപാറ സ്വദേശിയായ ഇസ്മായിലിന്റെ ഭാര്യ സോഫിയ കൊല്ലപ്പെട്ടതോടെയാണ് അവശേഷിക്കുന്ന 3 കുടുംബങ്ങളും ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത്. ഇസ്മായിലിന്റെ കുടുംബം കൂടാതെ അയൽവാസിയായ ചെറക്കോട്ട് സുരേഷ്, പതിറ്റാണ്ടുകളായി ഇവിടെ താമസിച്ചു പോന്നിരുന്ന ഇസ്മായിലിന്റെ ഉമ്മ അലീമ ഉമ്മ എന്നിവരാണ് വന്യമൃഗ ശല്യത്തെ തുടർന്ന് തങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശം ഉപേക്ഷിച്ച് താൽക്കാലിക കേന്ദ്രത്തിലേക്ക് മാറുന്നത്. ഇപ്പോൾ ചെന്നാപ്പാറയിലെ ബന്ധുവീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത്. TR&D എസ്റ്റേറ്റ് മാനേജ്മെന്റുമായി വിവിധ സംഘടനകൾ നടത്തിയ ചർച്ചയെ തുടർന്ന് 3 കുടുംബങ്ങൾക്ക് താമസിക്കുവാൻ ലയത്തിൽ സൗകര്യം ഒരുക്കി തരാമെന്ന ഉറപ്പ് ലഭിക്കുകയായിരുന്നു. ശനിയാഴ്ചയോടെ ഈ 3 കുടുംബങ്ങളും ലയത്തിലേക്ക് താമസം മാറ്റും. ഇവരുടെ ദുരിത അവസ്ഥ കഴിഞ്ഞ ദിവസം ഫെസ്റ്റൂൺ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊമ്പൻപാറ മേഖലയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 30ലധികം കുടുംബങ്ങൾ അധിവസിച്ചിരുന്നു. TR&D എസ്റ്റേറ്റിലെ 100 കണക്കിന് ഏക്കർ സ്ഥലത്തെ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റിയ ശേഷം റീപ്ലാന്റിംഗ് നടത്താതെ വർഷങ്ങൾ കിടന്നതോടെ ഇവിടം കാട് കയറി മൂടി. വനത്തിന് സമാനമായ ഇവിടെ ആനയും പുലിയും കടുവയും ഇറങ്ങുന്നത് പതിവായി. വന്യമൃഗശല്യം രൂക്ഷമായതോടെ ഓരോ കുടുംബവും ഇവിടെ നിന്ന് പടിയിറങ്ങി. സോഫിയ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ അവശേഷിച്ച 3 കുടുംബങ്ങളും ഇവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. ഇതോടെ കൊമ്പൻപാറ മേഖല ഇനി വന്യജീവികളുടെ സ്വൈര്യ വികരകേന്ദ്രമായി മാറും. വനമേഖലയിൽ നിന്നും ഒഴിയുന്ന കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വരെയാണ് വനം വകുപ്പ് നൽകുന്ന ഓഫർ. എന്നാൽ ഇവിടെ വന്യജീവികളെ ഉപയോഗിച്ച് മനുഷ്യനെ കുടിയിറക്കുന്ന വനം വകുപ്പിന്റെ കാട്ടുനീതി വിജയം കാണുകയാണ്. പൊതുസമൂഹം ഇത് മനസ്സിലാക്കി ശക്തമായ പ്രതികരണങ്ങളിലേക്ക് നീങ്ങിയില്ലെങ്കിൽ വന അതിർത്തി മേഖലയിലെല്ലാം വനം വകുപ്പ് ഈ കുടലതന്ത്രം വീണ്ടും പരീക്ഷിക്കും. ഇതോടെ സാധാരണക്കാരായ വീട്ടമ്മമാർ വീണ്ടും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും പിന്നീട് ഇവരുടെ കുടുംബങ്ങൾ ഇവിടെ നിന്നും കുടി ഇറക്കപ്പെടുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.